ഗ്രേസ് ടൈമിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ സുഖമായിരിക്കുന്നു. സ്കൂള് തുറന്നതും അതുപോലെ കുറച്ച് വിശേഷങ്ങളും തിരക്കുകളും ഒക്കെ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇടാൻ ഒരല്പം വൈകി പോയത്. ഒരുപാട് പേര് കമന്റ് ആയിട്ട് ചോദിച്ചു, അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അപ്പോൾ എല്ലാവരോടും കൂടെ ഒരു ബിഗ് സോറി പറയുകയാണേ. കാരണം ഇനി അങ്ങോട്ട് ഒന്ന് തുടങ്ങി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ത്രൂ ഔട്ട് പോയിക്കോളും. ഇടയ്ക്ക് വന്നൊരു ഗ്യാപ്പാണ് കേട്ടോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റായി അറിയിക്കാനും മറക്കല്ലേ. അപ്പൊ നമുക്ക് വിശേഷങ്ങളിലേക്ക് പോയിട്ട് വരാം. തലേ ദിവസം തന്നെ പിറ്റേ ദിവസം എന്താ ചെയ്യണ്ടേ എന്ന് പ്ലാൻ ചെയ്ത് വെക്കുക എൻ്റെ ഒരു പതിവാണ്. നമ്മുടെ വീഡിയോ റെഗുലർ ആയിട്ട് കാണുന്ന എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മുടെ പണികൾ പകുതി കുറയ്ക്കുന്നത് ഈ ഒരൊറ്റ പ്ലാനിങ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ചന മസാല ഉണ്ടാക്കുന്നതിന് വേണ്ടി ചന വെള്ളത്തിലിട്ടിട്ടുണ്ട്. പച്ചരി കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇതിപ്പോ ഞാൻ നൈറ്റിൽ ചെയ്ത് വെച്ചിട്ട് രാവിലെ കിച്ചണിലേക്ക് എത്തിയിട്ടാണ് കേട്ടോ നിങ്ങളെ കാണിച്ചു തരുന്നത്. അപ്പൊ പച്ചരിയൊക്കെ എന്തിനാ ഇപ്പോ രാവിലെ കുതിർത്ത് വെച്ചെന്നല്ലേ ആലോചിക്കുന്നത്. എന്തായാലും വഴിയെ ഞാൻ പറയാം. കാരണം ഇന്ന് നമുക്കിവിടെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. മാത്രമല്ല ഇപ്പൊ ഞാനും ഇച്ചും മക്കളുമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്തിൽ പ്ലാൻ ചെയ്തില്ലെങ്കിൽ മൊത്തത്തിൽ ഒരു ഹരിബറിയാവും. അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വിചാരിച്ചത് മിസ്സായി പോവും. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ക്വിക്കായിട്ട് ഉണ്ടാക്കിയതിന് ശേഷമാണ് കേട്ടോ നമുക്ക് ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ പോയിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ ഞാൻ നമ്മുടെ കുക്കറിൽ ഓരോന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മളെല്ലാം കൂടി ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണിയൊക്കെ ഭയങ്കര ബേർഡനായി മാറും. അപ്പൊ നമ്മൾ ഓരോന്ന് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഇത് കഴിഞ്ഞാൽ ഇത് എന്നൊന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതുപോലെ വെണ്ടയ്ക്ക നമുക്ക് മെഴുക്കുവരട്ടി വെക്കാനായിട്ട്, ഉപ്പേരി മെഴുക്കുവരട്ടി എന്നൊക്കെ പറയില്ലേ, അത് വെക്കാനായിട്ട് ഞാൻ വെള്ളത്തിലൊന്ന് നന്നായി ഒന്ന് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതും ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട്. ഇതിലിപ്പോ വാങ്ങിച്ച വെണ്ടയ്ക്ക കുറച്ചേ ഉള്ളൂ. ബാക്കി നമ്മുടെ വീട്ടിലുണ്ടായതാണ്. മുകളിൽ ഞാൻ ടെറസിൽ വെണ്ടയ്ക്ക നട്ടത് നിങ്ങളെല്ലാവരും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ വെണ്ടയ്ക്ക പറിച്ചെടുക്കുന്ന വീഡിയോ ഒന്നും വിട്ടില്ല അല്ലേ. അപ്പൊ നമുക്ക് ടെറസിൽ നിന്ന് വെണ്ടയ്ക്ക, തക്കാളി, അതുപോലെ തന്നെ പാവയ്ക്ക, ഇത് മൂന്നുമാണ് നമ്മൾ നട്ടിരുന്നത്. മൂന്നും നമുക്ക് ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്രാവശ്യം നമുക്കൊരു അബദ്ധം പറ്റി. തക്കാളി വാങ്ങിയപ്പോൾ മണിത്തക്കാളിയുടെ തൈ ആയിരുന്നു വാങ്ങിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞു കുഞ്ഞു തക്കാളി ഉണ്ടായത്. ആദ്യം വിചാരിച്ചു കേട്ടോ ഇതൊക്കെ ഇപ്പൊ എന്താ ഉണ്ടായെന്ന്. പിന്നെ അന്വേഷിച്ചപ്പോഴല്ലേ മനസ്സിലായേ നമ്മൾ വാങ്ങിയ തൈ മണിത്തക്കാളിയുടേതായിരുന്നു. അപ്പൊ ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് വെച്ചത് മത്തങ്ങയും പയർ എരിശ്ശേരി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ വൻപയർ ഒന്ന് വിസിലടിച്ച് വെന്തതിന് ശേഷം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ച മത്തങ്ങ കഷ്ണങ്ങൾ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിലത് ഇതിനകത്ത് ചേനയും അല്ലെങ്കിൽ കായും ഒക്കെ ചേർക്കാറുണ്ട്. ഞാനിപ്പോ വൻപയർ മത്തങ്ങയും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ എരിശ്ശേരി വെക്കണേ. എനിക്ക് നല്ല ഇഷ്ടമാണ്. തന്നെ കഴിക്കാനാണ് ഒത്തിരി ഇഷ്ടം. പിന്നെ എന്താ പറയാ, പച്ചക്കറി എന്ത് കഴിക്കാനും എനിക്കിഷ്ടമാണ്. ആദ്യം ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കൂർക്ക വലിയ പിടുത്തല്ല. സാധാരണ എല്ലാവരും പറയാ കൂർക്കയുടെ മണം മതി ചോറുണ്ണാന്നൊക്കെയാ. പക്ഷെ എനിക്കെന്തോ കൂർക്കയുടെ മണം തീരെ പിടുത്തല്ല കേട്ടോ. ഇഷ്ടമില്ലാത്തവരുണ്ടോന്ന് എനിക്കറിയില്ല. അതേസമയം അത് നമ്മൾ വേവിക്കാൻ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഞാൻ നമ്മുടെ അരി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടി തേങ്ങ പൊട്ടിച്ചപ്പോൾ ആ നാളികേരം പൊട്ടിച്ചതിനകത്തേക്ക് നാളികേര വെള്ളത്തിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് രാവിലെ ദോശ ആണ് ഞാനും ഹസ്ബൻഡും റെഡിയാക്കി എടുത്തതെങ്കിലും നമുക്ക് മക്കൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും അവർക്കിന്ന് നമ്മൾ ബ്രെഡും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഇങ്ങനെ ഉള്ള ദിവസം, കുറച്ചധികം പണിയുള്ള ദിവസം മാത്രമാണ് ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. അവരെപ്പോഴും ചോദിക്കും കേട്ടോ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ. അവർക്കും കഴിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ ബ്രെഡൊന്നും രാവിലെ കൊടുക്കണ വലിയ ഹെൽത്തി അല്ല എന്നാണ് എൻ്റെ ഒരു പക്ഷം. അതുകൊണ്ട് ഞാനിങ്ങനെ ബ്രെഡ് കാലത്ത് കൊടുക്കുന്ന പരിപാടിയേ ഇല്ല. ബ്രെഡ്, നൂഡിൽസ് അതൊക്കെ നമ്മുടെ 4 മണി പലഹാരം എന്നാണ് എൻ്റെ ഒരു കൺസെപ്റ്റ്. ഇനിയിപ്പോ എല്ലാവരും അങ്ങനെയാണോന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ മക്കൾക്ക് ഇത് വളരെ റെയറായിട്ട് കിട്ടുന്ന ഒരു കോമ്പിനേഷൻ ആയതുകൊണ്ട് അവർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അമ്മയ്ക്ക് പണി കൂടുതൽ ഉണ്ടാവട്ടെ എന്നവർ പ്രാർത്ഥിക്കുന്നുണ്ടോന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അങ്ങനെ മുട്ടയും ബ്രെഡും ഒക്കെ ഉണ്ടാക്കി അവരുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതിനിടയ്ക്ക് ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പത്തിനാണ് കേട്ടോ വെള്ളത്തിലിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു പിടി ചോറും അതുപോലെ തന്നെ
പഞ്ചസാര നാളികേര വെള്ളത്തിൽ ഇട്ട് വെച്ചല്ലോ, തേങ്ങാ വെള്ളത്തിൽ, അതും ചേർത്ത് നന്നായിട്ടൊന്ന് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് ഇരുന്ന് പൊന്തി വരട്ടെ. അപ്പോഴത്തേക്കും ആ സമയത്ത് മീനും ചിക്കനും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് വറുക്കാനും അതുപോലെ തന്നെ ചിക്കൻ വെക്കാനും റോസ്റ്റ് ചെയ്യാനും അതൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ പുറത്ത് കലത്ത് ചോറ് വെക്കാം എന്നാണ് പ്ലാൻ. അപ്പോൾ ആ സമയത്തേക്ക് പുറത്ത് പോയിട്ട് തീയൊക്കെ ഒന്ന് പിടിപ്പിച്ച് തരുന്നുണ്ട്. നമ്മുടെ പതിവ് കലത്തിൽ നിന്ന് മാറ്റി കുറച്ച് വലിയ കലം അടുപ്പത്ത് വെച്ചത് കണ്ടപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മുടെ വീട്ടില് കുറച്ചധികം ആൾക്കാർ ഇന്ന് വൈകുന്നേരം ഉണ്ട്. അതുകൊണ്ടാണ് വലിയ കലത്തില് പുറത്ത് ചോറ് വെക്കുന്നത്. ഇച്ചോടെ തീയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി പോയി അരി ഇടേണ്ട കാര്യമേ ഉള്ളൂ. ഇനി വറുക്കാനുള്ള മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് എടുത്ത് നമുക്കൊന്ന് നന്നായി ക്ലീൻ ചെയ്തെടുത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് മീൻ വറുക്കുന്ന സമയത്ത് കുറച്ചധികം നേരം മാരിനേറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം വറുക്കുമ്പോൾ നല്ല കിടിലൻ ടേസ്റ്റാണ്. ഇപ്പൊ ഞാൻ എന്തായാലും ഇതിപ്പോ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ ഞാൻ വറുക്കില്ല. പകരം നമ്മൾ വൈകുന്നേരം എല്ലാവരും എത്തുന്ന സമയത്തേക്ക് തൊട്ട് മുമ്പായിട്ട് വറുത്ത് വെക്കാമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി കുറച്ചു നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഞാൻ വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരല്പം ഇഞ്ചി, ഇനി കറിവേപ്പില, ചെറുനാരങ്ങ നീര്, 2-3 പെപ്പർ, മുളക് പൊടി, അതുപോലെ മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് കേട്ടോ മീൻ നമ്മുടെ ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഞാനിന്ന് വറുത്ത് കോരിയിട്ടുണ്ട്. ചിക്കൻ വറുത്ത് വെക്കുമ്പോഴാണല്ലോ റോസ്റ്റിന് പക്ക ഒരു കല്യാണത്തിനൊക്കെ കിട്ടുന്ന ആ ഒരു തിക്നെസ് ഒക്കെ വരിക. അപ്പൊ ഞാനത് അതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. അതോടുകൂടെ സൈഡിൽ നമ്മുടെ ചിക്കന് വേണ്ടിയിട്ടുള്ള സവോള വഴറ്റലും ചിക്കൻ വെക്കലും പരിപാടി പാരലായിട്ട് നടക്കുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്കിനി ചെയ്തെടുക്കാനുള്ളത് അതായത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഓരോന്ന് പ്ലാനിങ്ങിലാണ് പോകുന്നത് കേട്ടോ. അടുത്ത പാത്രം അടുപ്പത്തേക്ക് വെച്ച സമയത്തേക്ക് ഞാൻ കുറച്ച് ഇൻഡക്ഷൻ അടുപ്പിൽ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയെടുത്തത് വേറൊന്നുമല്ല, പുഴുങ്ങിയ മുട്ട തന്നെ നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചന മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അടുപ്പത്തേക്ക് പാത്രം വെച്ച് കൊടുത്തിരുന്നത്. അത് ചന മസാല നമ്മൾ നോർമലി ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് കുറച്ചൊന്ന് അരച്ചും ചേർത്തിട്ടുണ്ട്. പിന്നെ അരച്ച് ചേർക്കുന്നത് ഇതിനകത്തേക്ക് ഞാൻ ഒരല്പം തേങ്ങ അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പൊ ആ തേങ്ങ അരച്ചതിന്റെ കൂടെയാണ് കേട്ടോ കുറച്ച് ചനയും കൂടെ ഒന്ന് അരച്ചെടുത്തത്. അങ്ങനെ ചന മസാല ഇവിടെ ഈ ഒരു ടൈപ്പിൽ ചെയ്ത നല്ല കിട്ടിലും ടേസ്റ്റിൽ കിട്ടും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ മീൻ വറുക്കാനായിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചു. അത് ഞാൻ ഒരു ലാസ്റ്റ് പ്രോസസ്സ് പോലെ ചെയ്തു തുടങ്ങിയത് കേട്ടോ. അങ്ങനെ നമ്മുടെ മീൻ ഓരോന്ന് എടുത്ത് വറുത്തൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. കാരണം നമുക്ക് കുറച്ച് തിരക്കുകളുണ്ട് ഇനി കുറച്ച് കഴിഞ്ഞാൽ. പിന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഫുഡ് ഇവിടെ റെഡിയാവുകയും വേണം. അതുകൊണ്ടാണ് കേട്ടോ മീൻ വറുത്ത് തുടങ്ങിയത്. മീൻ ഇങ്ങനെ മുള്ളില്ലാത്ത മീനാണ് കേട്ടോ നമ്മുടെ മക്കളൊക്കെ കഴിക്കല്. അതുകൊണ്ട് ഇതിപ്പോ അവര് കഴിക്കുവോ കഴിക്കില്ലേ എന്നൊക്കെ വിചാരിച്ചിട്ടാ വറുക്കണേ. കാരണം ഇതിന് വലിയ മുള്ളും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. ഇങ്ങനത്തെ മീൻ കാണുമ്പോൾ തുത്തുവിന് തീരെ ഇഷ്ടമല്ല മീൻ. അപ്പൊ പിന്നെ ഇനി ആരെങ്കിലും കൂടിയിരിക്കുമ്പോൾ കഴിക്കുമെന്ന് എനിക്കറിയില്ല. എന്നപ്പോഴത്തേക്ക് നമ്മുടെ പുറത്ത് ചോറൊക്കെ വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ചോറ് ഊറ്റല് ഞാനും ഇച്ചും കൂടി ചെയ്യുന്നുണ്ട്. നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡിയാണ്. അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇവിടെ റെഡിയാണ്. അതുപോലെ മത്തങ്ങയും പയറും എരിശ്ശേരി സെറ്റാണ്. മുട്ട ഓൾറെഡി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തത് ചന മസാലയാണ്. ചന മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ മീൻ വറുത്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ഫുഡായിട്ട് ഇപ്രാവശ്യം നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ വക പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, സ്ഥിരമാണ് ഈ മന്തി വാങ്ങല്, ബിരിയാണി വെക്കല്, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കല്, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വരുന്ന കണ്ട പുറത്തുനിന്ന് ഫുഡ് വാങ്ങല്. അപ്പൊ നമുക്ക് ആർക്കാണോ എന്തൊക്കെയാണോ ഇഷ്ടം അതനുസരിച്ച് നമുക്കും പ്ലാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ കൂട്ടത്തിൽ കൂടെ സല്ലാസും കൂടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സല്ലാസ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ചധികം മുമ്പേ നമ്മുടെ സവോള അരിഞ്ഞ് വെച്ച് അതിൽ ഉപ്പ് തിരുമ്മി കുറച്ച് നേരം കഴിയുമ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. അതിനുശേഷം സല്ലാസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ല സോഫ്റ്റ് ആയിട്ട് കഴിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ഇനി ഞങ്ങള് ഒന്ന് പുറത്തേക്ക് പോവാണ്. എന്തിനാ പുറത്തേക്ക് പോണേന്നല്ലേ അപ്പൊ പറയാട്ടോ. അതായത് ഫുഡൊക്കെ ഇവിടെ റെഡി ആക്കി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഈ യാത്ര. ശോഭ സിറ്റിയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. വേറൊന്നുമല്ല, ഇന്ന് നമ്മൾ ദൃശ്യം 3 ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കൂടി കാണാനായിട്ട് പോവാണ്. ഹസ്ബൻഡിന്റെ വീട്ടില് ചേട്ടൻ നാട്ടിൽ വന്നിട്ടുണ്ട്, അനിയൻ നാട്ടിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഫാമിലി ഗാദറിംഗ് ആയിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം. ഓരോ വീടുകളിൽ ഇങ്ങനെ കൂടി ഞങ്ങൾ നടക്കുകയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലാണ് എല്ലാവരും കൂടി കൂടുന്നത്.
അപ്പൊ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ പുറത്ത് പോയിട്ട് ഒരു ഔട്ടിങ്, ആലപ്പുഴ ഔട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എല്ലാവരും കൂടി ഒരുമിച്ചൊരു സിനിമ, അതായിരുന്നു ഈ ഒരു വെക്കേഷനിലെ നമ്മുടെ പ്ലാനിലെ മറ്റൊരു കാര്യം. അപ്പൊ ദൃശ്യം 3 ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കണേ. അപ്പൊ എല്ലാവരും കൂടി സിനിമയ്ക്ക് കയറാണ് അല്ലെ. അപ്പോ നിങ്ങൾക്ക് ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഒരുമിച്ച് എല്ലാവരും കൂടുമ്പോ, എല്ലാവരും കൂടി ഒരു കാര്യത്തിന് പോകുമ്പോ അതൊരു വല്ലാത്തൊരു സുഖമല്ലേ. നമ്മൾ ഒറ്റയ്ക്ക്, നമ്മൾ മാത്രം, ഹസ്ബൻഡും ഞാനും അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു ഫാമിലി, ഇത് മാത്രമല്ലേ നമ്മുടെ ആസ് യൂഷ്വൽ ഇങ്ങനെയൊക്കെ അല്ലേ. പക്ഷെ വല്ലപ്പോഴും ഇങ്ങനൊരു ഗ്യാതറിങ് തരുന്നൊരു ക്വാളിറ്റി ടൈമില്ലേ, അതൊരു വലിയ സന്തോഷം തരുന്നതാ. അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കഴിഞ്ഞതേ തിരിച്ചു വന്നു. ഇനി ക്വിക്കായിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളുമാണ്. അതായത് ഫ്രൂട്ട്സ് ഒന്ന് കട്ട് ചെയ്യണം, വെജിറ്റബിൾ ഒന്ന് കട്ട് ചെയ്യണം, പിന്നെ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണം. വേറെ പരിപാടികളൊന്നുമില്ല. അപ്പോഴത്തേക്കും കുട്ടീസ് എല്ലാവരും ടിവിയുടെ ഫ്രണ്ടിലേക്ക് പോയി. പിന്നെ എന്താ പറയാ, എല്ലാ പേരക്കുട്ടികളും, ഞങ്ങൾ പേരക്കുട്ടികളെല്ലാവരും ഉണ്ട് കേട്ടോ. അതായത് ഹസ്ബൻഡ് വീട്ടിൽ 4 ആൺമക്കളാണ്. 4 ആൺമക്കളുടെയും മക്കളെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു അപൂർവ സുന്ദര നിമിഷമാണ്. എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നത്തെ ഓരോ മൊമെന്റിലും. കാരണം അവരെത്തുന്നതിന്റെ സന്തോഷവും കാര്യങ്ങളാ. അങ്ങനെ ഞങ്ങളുടെ ഫുഡ് പരിപാടികളെല്ലാം കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് തറവാട്ടിലേക്ക് തിരിച്ചുപോയി. ഇനി ഞങ്ങളുടെ കോമൺ ഗ്യാതറിങ്ങിൽ ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണ് ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത്. ഫാമിലി ഫോട്ടോഷൂട്ട്, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള ഫോട്ടോഷൂട്ടുകൾ, അങ്ങനെ ഗ്രൂപ്പ് ഗ്യാതറിങ്, ഒരുമിച്ചുള്ള ഫാമിലി ഫോട്ടോ, അതാണ് ഇത് നിങ്ങൾ കാണുന്നത്. തറവാട്ടിന്റെ ഇപ്പുറത്ത് ഞങ്ങൾ എല്ലാവരും കൂട്ടി കുട്ടീസ് അടക്കമുള്ള ഒരു ഫോട്ടോഷൂട്ട്. അങ്ങനെ ഒരു വലിയൊരു എന്താ പറയാ ഹാപ്പിനെസ് സമ്മാനിച്ച ഒരു മൊമെന്റ് ആണ് കേട്ടോ നിങ്ങളോട് ഷെയർ ചെയ്ത്. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. ഗ്രീറ്റ് ആൻഡ് താങ്ക് യു.